ഹായ് ഹലോ ജിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാളം കേരള പാഠാവലിയാണ്. അതിലെ അവസാനത്തെ പാഠഭാഗമായ ഗോട്ടിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾ STD6 ന്യൂ സിലബസ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ പേരെന്താണ്? ഗോട്ടി അല്ലേ. തനിക്കേറെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തെ നിരന്തരം പിന്തുടരുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് ഗോട്ടിക്കളി അല്ലേ. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. നമുക്ക് വായിച്ചു നോക്കാം. വേപ്പുമരങ്ങളുടെ തണലിലൂടെ കാക്കയുടെയും കുറുനരിയുടെയും കഥ അയവിറക്കിക്കൊണ്ട് അവൻ വരികയായിരുന്നു. ചാഞ്ചാടിക്കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ സഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. സ്ലേറ്റ് ഒരു ചെറിയ കുപ്പിയോടടിച്ചു. കുപ്പി പെൻസിലുമായി കൂട്ടിമുട്ടി. അങ്ങനെ അവയെല്ലാം കൂടി ആ സഞ്ചിയിൽ കിടന്നു കുലുങ്ങി. പക്ഷേ അവനൊന്നും തന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ കഥയിലായിരുന്നു. എന്തു രസമുള്ള കഥ! കാക്കയും കുറുനരിയും. കുറുനരി കാക്കയോട് പറഞ്ഞു, കാക്കേ, ഒരു പാട്ട് പാടൂ. നിന്റെ പാട്ടു കേൾക്കാൻ എനിക്കൊരു കൊതി. കാക്ക പാടാൻ വേണ്ടി വായ തുറന്നപ്പോൾ അപ്പക്കഷ്ണം വീണുപോയി. കുറുനരി അതുമെടുത്ത് ഒരൊറ്റ ഓട്ടം. അവൻ കുലുങ്ങി ചിരിച്ചു. നടന്നു നടന്ന് പീടികയുടെ മുമ്പിലെത്തി. അവിടെ അൽമാരയിൽ വലിയ കുപ്പിഭരണികൾ നിരത്തിവെച്ചിരുന്നു. അവയിലൊക്കെ ചോക്ലേറ്റും പെപ്പർമിന്റും ബിസ്ക്കറ്റുമാണ്. അവൻ അതൊന്നും നോക്കി നിന്നില്ല. എന്തിനാണ്? അവന്റെ അച്ഛൻ എപ്പോഴും അവന് കൊണ്ടുകൊടുക്കാറുണ്ട്. എങ്കിലും ഒരു പുതിയ ഭരണി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചുമലിലൂടെ തൂങ്ങുന്ന സഞ്ചിയുടെ നാട ഒരു വശത്തേക്കൊതുക്കി ആ ഭരണിയുടെ മുമ്പിൽ അവൻ മിഴിച്ചു നിന്നു. പുതുതായി കൊണ്ടുവച്ചതാണ്. അതിനു മുമ്പ് ഒരിക്കലും അവനത് അവിടെ കണ്ടിട്ടില്ല. ഭരണി നിറയെ ഗോട്ടികളാണ്. പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാന്തരം ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. കാണാൻ എന്തൊരു ചന്തമാണ്! അതുവരെ അതൊക്കെ എവിടെയായിരുന്നു? പീടികയുടെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ അവൻ കാണാൻ വേണ്ടി പുറത്തെടുത്തു വെച്ചതാണ്. നോക്കി നിൽക്കെ ആ ഭരണി വലുതാകാൻ തുടങ്ങി. ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിൻ്റെ ഉള്ളിൽ കടന്നു. വേറെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവന് അതായിരുന്നു കൂടുതൽ ഇഷ്ടം. അനുജത്തി പോയതിൽ പിന്നെ അവൻ എപ്പോഴും തനിച്ചാണ് കളിക്കാറ്. അവൻ ഗോട്ടി വാരി നാലുപാടും വിതറി കളിച്ചു രസിച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം. കുട്ടി അത് വലിച്ചിടും. അവൻ ഞെട്ടി. ആ ഭരണി ചെറുതായി കൊണ്ടുവരുന്നു. ചെറിയ ഭരണിക്കുള്ളിൽ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള നെല്ലിക്കയോളം വലുപ്പമേ ഉള്ളൂ ഓരോന്നിനും. അവിടെ അവർ 2 പേർ മാത്രമേ ഉള്ളൂ. അവനും വയസ്സനായ ആ പീഡികക്കാരനും. അയാളുടെ മുഖത്ത് നീരസം നിഴലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്താന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ എടുത്തു തരുമല്ലോ. അവൻ സങ്കടത്തോടെ മാറി നിന്നു. ഗോട്ടി വേണോ? അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കാൻ ആരംഭിച്ചു. അവൻ വേണ്ടെന്ന് തലയാട്ടി. പിന്നെ? നല്ല ചോദ്യം. അവന് ഗോട്ടി വേണോ എന്ന്. വേണോ? അവന് തന്നെ അറിഞ്ഞുകൂടാ. ഏതായാലും അവനത് തൊട്ടു. ആ ഭരണി തൊട്ടപ്പോൾ ഗോട്ടി തൊട്ടതുപോലെ തന്നെയായിരുന്നു. വേണമെങ്കിൽ അവന് ഗോട്ടി എടുക്കാമായിരുന്നു. എടുത്തിരുന്നുവെങ്കിൽ. സ്കൂളിൽ നിന്ന് മണിയടിക്കുന്നത് കേട്ടപ്പോൾ സഞ്ചി അടുക്കി പിടിച്ച് അവൻ ഓടി. താമസിച്ചെത്തുന്ന കുട്ടികൾ പിറകിലാണ് ചെന്നിരിക്കേണ്ടത്. അന്ന് ഏറ്റവും താമസിച്ചത് അവനായിരുന്നു. അതിനാൽ അവൻ ഒച്ചയുണ്ടാക്കാതെ പിന്നിലുള്ള ബെഞ്ചിൽ ചെന്നിരുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. രാമൻകുട്ടി മുമ്പിലാണ്. എന്നും അവൻ നേരത്തെ വരും. 3ാമത്തെ ബെഞ്ചിന്റെ അറ്റത്താണ് മല്ലിക. മല്ലികയുടെ അപ്പുറത്ത് അമ്മുക്കുട്ടി. ജോർജിനെ കാണുന്നില്ല. ജോർജാണ് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുക. എത്ര വലിയവനും ജോർജിനോട് കളിച്ചാൽ തോൽക്കും. തോറ്റാൽ വെറുതെ പോകാൻ പാടില്ല. കൈമടക്കി നിലത്ത് വെച്ചു കൊടുക്കണം. അപ്പോൾ ജോർജ് അടിച്ച് കൊട്ടുപൊളിക്കും. ജോർജ് എന്താണ് വരാത്തത്? ഓ, ജോർജിന് പനിയല്ലേ. രാമൻകുട്ടിയാണ് അവനോടത് പറഞ്ഞത്. അവനത് മല്ലികയോടും എല്ലാവരോടും പറഞ്ഞിരുന്നു. ജോർജിന്റെ വീട് അവൻ വരുന്ന വഴിക്കാണ്. ജോർജിന് പനിയാണ്. അപ്പുക്കുട്ടൻ ശ്രദ്ധിക്കുന്നില്ല. മാസ്റ്റർ. അവൻ ബന്ധപ്പെട്ട് പുസ്തകം തുറന്ന് മുമ്പിൽ വെച്ചു. തീവണ്ടിയുടെ പാഠമാണ്. തീവണ്ടി തീവണ്ടി. 37ാം പേജിലാണിത്. വീട്ടിൽ നിന്ന് അവനത് വായിച്ചിട്ടുണ്ട്. ചൂരലിന്റെ അറ്റം കൊണ്ട് ഇടയ്ക്കിടെ മേശപ്പുറത്ത് കൊട്ടി മാസ്റ്റർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടികളെ, നിങ്ങളിൽ പലരും തീവണ്ടി കണ്ടിരിക്കും. അതിന് ആവിവണ്ടി എന്നുകൂടി പേരുണ്ട്. കാരണം ആവിയുടെ ശക്തി നിമിത്തമാണ് അതിന്റെ യന്ത്രം ചലിക്കുന്നത്. ആവി എന്ന് വെച്ചാൽ നീരാവി. നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ. അപ്പുക്കുട്ടനും ആലോചിച്ചു. തീവണ്ടി, അതവൻ കണ്ടിട്ടുണ്ട്. ഛുക് ഛുക് ഛുക്
ചുക്കു, അതാണ് തീവണ്ടി. അത് ആവിവണ്ടിയും കൂടിയാണ്. ആവിവണ്ടി എന്ന് വെച്ചാൽ? മാസ്റ്ററുടെ ശബ്ദം അല്പം കുറഞ്ഞു. അയാൾ ഓരോ ഭാഗവും പ്രത്യേകം വിവരിക്കുകയാണ്. വെള്ളം നിറച്ചു വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ബോയിലർ എന്ന് പറയും. ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ പീപ്പയാണിത്. ഇരുമ്പ് കൊണ്ടുള്ള വലിയ ഒരു കുപ്പിഭരണി. അതിൽ നിറയെ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട കോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. ജോർജ് സുഖക്കേട് മാറി വന്നാൽ അവനത് ജോർജിനോട് പറയും. അപ്പോൾ അവൻ എന്തൊരു സന്തോഷമായിരിക്കും. അവ രണ്ടുപേർ മാത്രമേ കളിക്കുകയുള്ളൂ. വേറെ ആരെയും കൂട്ടില്ല. ഒരു ചോക്കിൻ കഷ്ണം അവന്റെ മുഖത്ത് വന്നു കൊണ്ടു. പരിചയം നിമിത്തം അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. മാസ്റ്റർക്ക് ദേഷ്യം വന്നിരിക്കുന്നു. താൻ എന്താ അവിടെ കാട്ടുന്നത്? അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പറയൂ. അവൻ മിണ്ടാതെ നിന്നു. പറയില്ലേ? അയാൾ അപ്പുക്കുട്ടന്റെ അടുത്ത് ചെന്നു. ക്ലാസ് മുഴുവൻ വീർപ്പടക്കിയിരിക്കുകയാണ്. അവന്റെ പരിഭ്രമം വർദ്ധിച്ചു. ഞാനിപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് വളരെ കാലത്തെ സർവീസുള്ള മാസ്റ്റർക്ക് അറിയാൻ കഴിഞ്ഞു. ഒരു പക്ഷേ അവൻ പാഠം ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ മനസ്സിലുള്ള ഉത്തരം പുറത്തു കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കേണ്ടത്. അവിടെയാണ് അയാളുടെ വിജയം. പറഞ്ഞോളൂ. അതുതന്നെ, പേടിക്കേണ്ട. അപ്പുക്കുട്ടന്റെ നാക്കിൻ തുമ്പത്ത് ഉത്തരം വന്നു തങ്ങി നിൽക്കുന്നത് മാസ്റ്റർ കണ്ടു. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഗോട്ടി. ഗോട്ടി? അയാൾ പകച്ചു നിന്നു. ക്ലാസ്സിൽ ഭൂകമ്പമായിരുന്നു. സ്റ്റാൻഡപ്പ് ഓൺ ദ ബെഞ്ച്. സ്റ്റാൻഡപ്പ്. മാസ്റ്ററുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ബെഞ്ചിന്മേൽ കയറി. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ വാതിൽക്കൽ വന്നെത്തി നോക്കി. വീണ്ടും കൂട്ടച്ചിരിയുണ്ടായി. എത്ര ശ്രമിച്ചിട്ടും അവന് സങ്കടം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവൻ വിതുമ്പി കരഞ്ഞു. പക്ഷേ കരയും തോറും സങ്കടം വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. എല്ലാവരും അവനെ നോക്കി പരിഹസിക്കുകയാണ്. എല്ലാവരും, രാമൻകുട്ടിയും മല്ലികയുമൊക്കെ. ബെഞ്ചിന്മേൽ നിന്നുകൊണ്ട് അവൻ ആലോചിച്ചു. കാണിച്ചു കൊടുക്കാം അവർക്കൊക്കെ. ജോർജ് വരട്ടെ. ജോർജ് വന്നാൽ അവൻ ഗോട്ടി വാങ്ങും. കളിക്കാൻ അവരെയൊന്നും വിളിക്കില്ല. ആ ഗോട്ടി കണ്ടാൽ അവരൊക്കെ ആശിച്ചു പോകും. അത്ര ചന്തമുള്ള ഗോട്ടികളാണ്. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. അപ്പോൾ ഒരു സംശയം. ഗോട്ടി എങ്ങനെ കിട്ടും? ചോദിച്ചാൽ ആ പീഡികക്കാരൻ കൊടുക്കുമോ? ജോർജിനെയും കൂട്ടി ചോദിച്ചാൽ തരുമോ? അല്ലെങ്കിൽ വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. മാസ്റ്റർ അന്നത്തെ പാഠം മതിയാക്കി. ആർക്കും ഒരു സംശയവുമില്ല. അപ്പുക്കുട്ടന്റെ സംശയം തീർന്നിരുന്നില്ല. അവൻ ആലോചിക്കുകയായിരുന്നു. ജോർജിനെയും കൂട്ടിപ്പോയി ചോദിച്ചാൽ തരില്ലേ? അല്ലെങ്കിൽ അതിനെത്ര പൈസയാകും? വാങ്ങാമെന്ന് വെച്ചാൽ? രാമൻകുട്ടി സംശയം ചോദിച്ചു. അമ്മിണി സംശയം ചോദിച്ചു. പലരും ചോദിച്ചു. അപ്പുക്കുട്ടൻ എന്താ ആലോചിക്കുന്നത്? മാസ്റ്റർ, ചോദിച്ചോളൂ. എന്താ സംശയം? കുട്ടികളൊക്കെ തിരിഞ്ഞിരുന്ന് അവന്റെ നേരെ നോക്കി. സംശയമില്ല? സംശയമുണ്ടായിരുന്നു. ജോർജിനെയും കൂട്ടിപ്പോയാൽ തരുമോ? അല്ലെങ്കിൽ എത്ര പൈസയാകും? അരയണ കൊടുത്താൽ കിട്ടുമോ? ഒരണ കൊടുത്താൽ കിട്ടുമോ? അല്ലെങ്കിൽ എന്താ ആലോചിക്കുന്നത്? പൈസ? എന്ത്? എത്ര പൈസയാകുംന്ന്? എന്തിന്? അവൻ ഒന്നും പറഞ്ഞില്ല. പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ അവന്റെ മുമ്പിലൂടെ ഉരുണ്ടുപോയി. മാസ്റ്റർ ചോദിച്ചു, തീവണ്ടിക്കാണോ? അവൻ തലയാട്ടി. വിഡ്ഢി, തീവണ്ടി വാങ്ങാൻ കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ നീ എന്തു ചെയ്യും? അവൻ കളിക്കും. ജോർജിന്റെ കൂടെ കളിക്കും. തീവണ്ടിയല്ല, ഗോട്ടി. ഒരു കടലാസുമായി പ്യൂൺ വന്നു. മാസ്റ്റർ പറഞ്ഞു, ഫീസ് കൊണ്ടുവന്നവരെല്ലാം പോയി കൊടുത്തോളൂ. അമ്മിണിയും ഐവാനും മുഹമ്മദ് കുഞ്ഞിയും രാജനും മാധവനും ഒഴികെ എല്ലാവരും പോയി. രാജൻ പോകുമ്പോൾ അവനെ പതുക്കെയൊന്ന് നുള്ളി. അവൻ കാൽ വലിച്ചു കളഞ്ഞു. അവൻ ഓർത്തു, ഓ, അവനും ഫീസ് കൊടുക്കണം. അച്ഛൻ അവന് 1.5 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. അവൻ കീശയിൽ കൈയിട്ടു. 1 ഉറുപ്പികയുടെ ഒരു നോട്ടും 8 അണയും. അവൻ ബെഞ്ചിന്മേൽ നിന്ന് ഇറങ്ങി. എവിടേക്ക്? മാസ്റ്റർ. ഗദ്ഗദത്തിന്റെ നേർത്ത കുമിളകൾ അവന്റെ ഹൃദയത്തിൽ പൊങ്ങി. ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കേണ്ട, മാസ്റ്റർ പറഞ്ഞു. അവൻ സംശയിച്ചു നിന്നു. ഓൺ ദ ബെഞ്ച്. അവൻ ബെഞ്ചിന്മേൽ കയറി നിന്നു കരയാൻ തുടങ്ങി. ഇനി ക്ലാസ്സിൽ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കും. എന്നാൽ പോയിക്കോളൂ. അവൻ പോയി. ആഫീസ് മുറിയിൽ തിരക്കായിരുന്നു. നിങ്ങൾ ഓരോരുത്തരായി വരീൻ കുട്ടികളെ, ക്ലർക്ക് പറഞ്ഞു. ഞാനാ ആദ്യം വന്നത്. ഞാനാ? എന്റെ ബാക്കി. ആ ബഹളത്തിൽ നിന്ന് അപ്പുക്കുട്ടൻ മാറി നിന്നു. രാമൻകുട്ടി ഫീസ് അടച്ചു. മല്ലിക ഫീസ് അടച്ചു. അല്പം പേരെ ഇനി ബാക്കിയുള്ളൂ. അവൻ ആലോചിക്കുകയായിരുന്നു. ജോർജിനെയും കൂട്ടിപ്പോയാൽ തരില്ലേ?
തരും, ഒരു പക്ഷേ. അല്ലെങ്കിൽ എത്ര പൈസയാകും? അരയണ, ഒരണ. പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. മണിയടിച്ചപ്പോൾ ഫീസ് കൊടുത്തവരും കൊടുക്കാത്തവരും ഒക്കെ അവിടെ നിന്ന് പോയി. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ അവനും പോയി. എല്ലാവരും ഫീസ് കൊടുത്തുവോ? ക്ലാസ് വിടുന്നതിന് മുമ്പായി മാസ്റ്റർ ചോദിച്ചു. അവൻ എഴുന്നേറ്റില്ല. വൈകുന്നേരം അവിടെയും ഇവിടെയും ഒക്കെയായി അല്പനേരം ചുറ്റിപ്പറ്റി നിന്നു. നനഞ്ഞ മണ്ണിൽ കുഴി കുഴിച്ച് കുട്ടികൾ ഗോട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അവൻ അവരുടെ അടുക്കളയിലേക്ക് പോയില്ല. ഗേറ്റിന്റെ അഴി പിടിച്ചുകൊണ്ട് അവൻ നിരത്തിന്മേലേക്ക് നോക്കി. അവിടെ ആ വളവിലാണ് പീടിക. പീടികയിൽ ഒരൽമാര. പുറത്തു നിന്നാൽ മതി, തൊടാൻ കഴിയും. അൽമാരയിൽ കുപ്പിഭരണികളാണ്. അതിൽ ഒരു ഭരണി നിറയെ സഞ്ചി ചുമലിലൂടെ ഇട്ട് അവൻ ചാഞ്ചാടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. പീടിക അടുത്തു വരുന്നു. അവന്റെ നടത്തത്തിന് വേഗം കൂടി. ആ അൽമാരയുടെ മുമ്പിൽ അവൻ നിന്നു. പീടികക്കാരൻ ചിരിച്ചു. അയാൾ തന്നെ കാത്തു നിൽക്കുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അവനും ചിരിച്ചു. ഗോട്ടി വേണം അല്ലേ? അവൻ തലയാട്ടി. അയാൾ ഭരണിയുടെ അടുപ്പ് തുറക്കുമ്പോൾ അവൻ ചോദിച്ചു. നല്ല ഗോട്ടിയാണ് അല്ലേ? നല്ല ഒന്നാന്തരം ഗോട്ടി. കുട്ടിക്ക് എത്ര ഗോട്ടി വേണം? എത്ര ഗോട്ടി വേണമെന്നോ? എത്ര വേണം? എത്ര? അവൻ കീശയിൽ കൈയിട്ടു. 1 ഉറുപ്പികയും 8 അണയുമുണ്ട്. അവൻ അതെടുത്തു കാട്ടി. പീടികക്കാരൻ ഞെട്ടി. ഇതിന് മുഴുവനുമോ? മുഴുവനും? അത്ര വലിയ തുകയ്ക്ക് അതിനു മുമ്പ് ഒരു കുട്ടിയും ഗോട്ടി വാങ്ങിയിട്ടില്ല. എന്താ ഇതിന്റെ ആവശ്യം? ഒരാവശ്യം. അതെന്താണ്? അത് ഞാൻ പറയൂല. പീടികക്കാരന് മനസ്സിലായി. അയാളും ഒരു കാലത്തെ കുട്ടിയായിരുന്നു. അവന്റെ ചങ്ങാതിമാരൊക്കെ ചേർന്ന് വാങ്ങുന്നതാണ്. അവൻ മാത്രം വന്നുവെന്നേ ഉള്ളൂ. ഗോട്ടി വാങ്ങിയത് ജോർജും അവനും ഒഴികെ വേറെ ഒരു കുട്ടിയും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ പെട്ടെന്ന് ചോദിക്കും. വരുന്നോ എന്നോട് കളിക്കാൻ? അപ്പോഴേ ആളുകൾ അറിയാൻ പാടുള്ളൂ. കുട്ടിക്ക് കളിക്കാൻ അറിയോ? അയാൾ ചോദിച്ചു. അവനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ്! അവന്റെ ക്ഷമ നശിച്ചു. അവൻ കൈ നീട്ടി. താ. അയാൾ ചിരിച്ചു. അവനും ചിരിച്ചു. കടലാസിന്റെ ആ പൊതി അടുക്കിപ്പിടിച്ച് വേപ്പുമരങ്ങളുടെ നിഴലിലൂടെ അവൻ നടന്നു. അവന്റെ കയ്യിലാണ് ഇപ്പോൾ ഗോട്ടി. അവന്റെ കയ്യിൽ. വേണമെങ്കിൽ പുറത്തെടുക്കാം. അവൻ പൊതി കുലുക്കി നോക്കി. അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുപ്പി ഭരണിയോടെ കിട്ടിയിരുന്നുവെങ്കിൽ അവൻ ആശിച്ചു. കടലാസ് പൊതി നന്നല്ല. ഭരണിയാണെങ്കിൽ വെറുതെ തൊട്ടാൽ മതി. ഗോട്ടി തൊട്ടതുപോലെ തന്നെ തോന്നും. പെട്ടെന്നൊരു സംശയം. എല്ലാറ്റിനുമുണ്ടോ പച്ച നിറത്തിൽ വര? അവൻ കെട്ടഴിച്ചു നോക്കാൻ തീർച്ചപ്പെടുത്തി. സഞ്ചി താഴെ വെച്ച് അവൻ പതുക്കെ കടലാസ് പൊതിയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. പൊതി അഴിഞ്ഞ് ഗോട്ടി മുഴുവൻ നിലത്ത് വീണു. നിരത്തിന്റെ നടുവിലേക്ക് അവ ഉരുണ്ടു പോവുകയാണ്. ഒരു നിമിഷ നേരം തരിച്ചു നിന്നതിനു ശേഷം അവ പെറുക്കാൻ തുടങ്ങി. കൈ നിറഞ്ഞു. പെറുക്കിയത് എവിടെ വെക്കും? സ്ലേറ്റും പുസ്തകവും പുറത്തെടുത്ത് വെച്ചതിനു ശേഷം സഞ്ചിയിൽ പെറുക്കിയിടാൻ തുടങ്ങി. 1, 2, 3, 4. കിർ! ഒരു കാർ സഡൻ ബ്രേക്കിൽ നിന്നു. അവൻ അപ്പോഴും ഗോട്ടി പെറുക്കി സഞ്ചിയിലിടുകയായിരുന്നു. ആ കുട്ടിയെ ജീവനോടെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം വന്നു ഡ്രൈവർക്ക്. അയാൾ തല വെളിയിലിട്ടു. ആ കുട്ടി എന്താണ് കാട്ടുന്നത് അവിടെ? പെറുക്കുന്നതിനിടയിൽ അവൻ തല ഉയർത്തി നോക്കി. ഒരു കാറും അതിനുള്ളിൽ ഒരു ഡ്രൈവറും. ഡ്രൈവർ അവന്റെ ഗോട്ടിയുടെ ഭംഗി നോക്കി രസിക്കുകയാണ്. അവനൊരു ഗോട്ടി പൊക്കിക്കാട്ടി ചിരിച്ചു. നല്ല രസമുണ്ട് അല്ലേ? ഡ്രൈവറുടെ ദേഷ്യം അലിഞ്ഞുപോയി. അയാൾ ചിരിച്ചു. സഞ്ചി എടുത്ത് ചുമലിലിട്ടതിനു ശേഷം സ്ലേറ്റും പുസ്തകവും കുപ്പിയും പെൻസിലും ഒക്കെ അടുക്കി പിടിച്ച് അവൻ വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരത്തെ കാപ്പിയും തയ്യാറാക്കി അവന്റെ അമ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പൂമുഖത്തെ ബെഞ്ചിന്മേൽ സ്ലേറ്റും പുസ്തകവും വലിച്ചെറിഞ്ഞ് അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവൻ അന്ന് വരാൻ വൈകിയതിൽ അമ്മ പരിഭ്രമിച്ചിരുന്നു. അവൻ സഞ്ചിയുടെ വായ കൂട്ടിപ്പിടിച്ചു കുലുക്കി. ഓ, ഇതെന്തോന്നാ? അമ്മ ചോദിച്ചു. ഞാൻ പറയൂല, അവൻ പറഞ്ഞു. എന്നോട് പറയില്ലേ? പറയും. അമ്മയെ അവന് വലിയ കാര്യമായിരുന്നു. അമ്മ കണ്ണു ചിമ്മണം. അമ്മ കണ്ണു ചിമ്മി. അവൻ എണ്ണി. 1, 2, 3. അമ്മ കണ്ണു തുറന്നു നോക്കി. ഒരു സഞ്ചി നിറയെ ഗോട്ടികൾ. ആ സ്ത്രീ പകച്ചു നിന്നു. എവിടെ നിന്ന് കിട്ടിയതൊക്കെ? വാങ്ങിയതല്ലേ? അതിനു പണം? അച്ഛൻ്റെ ഫോട്ടോവിൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഉച്ചയ്ക്ക് തന്നിട്ടില്ലേ? അമ്മ മൂക്കത്ത് കൈവച്ചു. ഫീസ് കൊടുക്കേണ്ട പണം. ആ ഗോട്ടി മുഴുവൻ അവൻ എന്തോ ഒരു ആവശ്യത്തിനാണ്. ആരുടെ കൂടെയാണ് അവൻ കളിക്കുക? ആ വീട്ടിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നു. അവൻ്റെ ഇളയതായിട്ട് ഒരു കുട്ടി, അവൻ്റെ കൊച്ചനുജത്തി. പക്ഷേ ആ അമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ഓ അപ്പു! അവൻ്റെ അമ്മ കരയുന്നു. അവന് മനസ്സിലായില്ല. എന്തിനാണ് അമ്മ കരയുന്നത്? ഗോട്ടി വാങ്ങിയത് കൊണ്ടാണോ? അതായിരിക്കില്ല. പിന്നെ? വയസ്സനായ പീടികക്കാരനും കാർ ഡ്രൈവറും ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്നു നിന്നു. അവർക്കൊക്കെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ടില്ല?
ഒരു പക്ഷേ നല്ല ഗോട്ടി ആയിരിക്കില്ല. സഞ്ചിയിൽ നിന്ന് നെല്ലിക്ക പോലുള്ള ആ ഗോട്ടികൾ വാരിക്കൊണ്ട് അവൻ പറഞ്ഞു. ചീത്ത ഗോട്ടിയാണ് അല്ലേ? അല്ല, നല്ല ഗോട്ടി. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? നല്ല രസമുണ്ട്. അവൻ ചിരിച്ചു. അവന്റെ അമ്മയും ചിരിച്ചു. അശ്രു വീണു നനഞ്ഞ അമ്മയുടെ കവിളിൽ അവൻ മുഖമമർത്തി. അവന്റെ ഹൃദയത്തിൽ അപ്പോൾ സന്തോഷം വഴിഞ്ഞൊഴുകിയിരുന്നു. ടി പത്മനാഭന്റെ തിരഞ്ഞെടുത്ത കഥകളിൽ നിന്നുള്ള ഒരു കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത്. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഫസ്റ്റ് നോക്കൂ, വായിക്കാൻ പറയാം. താഴെ കൊടുത്ത വാക്യങ്ങൾ കഥയിൽ വരുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം സംഘമായി ചർച്ച ചെയ്ത് പറഞ്ഞവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു സംഘങ്ങൾക്ക് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ഫസ്റ്റ് നോക്കൂ, പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ അവന്റെ മുമ്പിലൂടെ ഉരുണ്ടുപോയി. ഇതെപ്പോഴായിരുന്നു മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്ലാസ്സിൽ മാസ്റ്റർ തീവണ്ടിയെ കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പുക്കുട്ടൻ ഗോട്ടികളെ കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. ആ സമയത്ത് തന്റെ മുന്നിലെ ഡെസ്കിലൂടെ ഗോട്ടികൾ ഉരുണ്ടു പോകുന്നതായി അവൻ സങ്കല്പിച്ചു. ഇതാണ് അതിന്റെ സന്ദർഭം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അവൻ കൈ നീട്ടി, അയാൾ ചിരിച്ചു, അവനും ചിരിച്ചു. ഇനി ഇതിന്റെ സന്ദർഭം എപ്പോഴായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. സ്കൂൾ ഫീസ് കൊടുക്കാൻ കൊണ്ടുവന്ന പണവുമായി അപ്പുക്കുട്ടൻ കടയിൽ ചെന്ന് ഗോട്ടികൾ ചോദിക്കുന്നു. അപ്പുക്കുട്ടന്റെ നിഷ്കളങ്കത കണ്ട് കടക്കാരൻ ചിരിക്കുകയും ഗോട്ടികൾ കിട്ടിയ സന്തോഷത്തിൽ അപ്പുക്കുട്ടൻ തിരിച്ചു ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണിത് അല്ലേ? ഇനി മൂന്നാമത്തെ നോക്കൂ, ഡ്രൈവർ അവന്റെ ഗോട്ടിയുടെ ഭംഗി നോക്കി രസിക്കുകയാണ്. അതിന്റെ സന്ദർഭം എന്തായിരുന്നു? റോഡിൽ വീണുപോയ ഗോട്ടികൾ പെറുക്കിയെടുക്കുന്ന അപ്പുക്കുട്ടനെ കണ്ട് ദേഷ്യത്തോടെ കാർ നിർത്തി ഇറങ്ങി വന്ന ഡ്രൈവർ ഗോട്ടികളുടെ ഭംഗി കണ്ട് ദേഷ്യം മാറി അത് ആസ്വദിക്കുന്ന സന്ദർഭമായിരുന്നു അല്ലേ? ഇനി നോക്കൂ, ഒരു സഞ്ചി നിറയെ ഗോട്ടികൾ. ആ സ്ത്രീ പകച്ചു നിന്നു. ഇതെപ്പോഴായിരുന്നു? വൈകുന്നേരം വീട്ടിലെത്തിയ അപ്പുക്കുട്ടൻ തന്റെ ബാഗ് തുറന്ന് കാണിച്ചപ്പോൾ ഫീസ് കൊടുക്കേണ്ട പണത്തിന് ഒരു സഞ്ചി നിറയെ ഗോട്ടികൾ വാങ്ങിയത് കണ്ട് അവന്റെ അമ്മ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സന്ദർഭമായിരുന്നു അല്ലേ? ഇനി അവസാനത്തെ നോക്കൂ, അവൻ ചിരിച്ചു, അവന്റെ അമ്മയും ചിരിച്ചു. ഇതെപ്പോഴാണ്? കഥയുടെ അവസാനം ഗോട്ടികൾ കണ്ട് അമ്മ കരഞ്ഞപ്പോൾ അവ ചീത്ത ഗോട്ടികളാണോ എന്ന് അപ്പുക്കുട്ടൻ സംശയിച്ചു. എന്നാൽ അവ നല്ല ഗോട്ടികളാണെന്ന് പറഞ്ഞ് അവൻ ചിരിച്ചപ്പോൾ അവന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അമ്മയും ചിരിച്ചു. ഇതാണല്ലേ? ഇനി എടുത്ത് നോക്കൂ, സങ്കല്പ ലോകം. നോക്കി നിൽക്കിയ ഭരണി വലുതാകാൻ തുടങ്ങി. ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിന്റെ ഉള്ളിൽ കടന്നു. കഥയിലെ കുട്ടി ഒരു പ്രത്യേക ലോകത്തിലെത്തുന്നത് വായിച്ചല്ലോ. നിങ്ങളും മനസ്സിൽ ഇങ്ങനെ ചില സങ്കല്പ ലോകങ്ങൾ ഉണ്ടാക്കാറില്ലേ? അത്തരമൊരു യാത്രയെക്കുറിച്ച് എഴുതൂ, ചിത്രങ്ങളും വരച്ചു ചേർക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് എന്തിനെ കുറിച്ച് എഴുതാം? ടീച്ചർ എഴുതിയത് വായിച്ചു നോക്കൂ. മനസ്സിൽ തെളിഞ്ഞ സങ്കല്പ ലോകം. സുനിത വില്യംസിനൊപ്പം ഒരു ബഹിരാകാശ യാത്ര. ആ ബഹിരാകാശ പേടകം ഓടിക്കുന്നത് ഞാൻ തന്നെയാണ്. ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരെ ഒരു യാത്ര. ഗുരുത്വാകർഷണമില്ലാതെ ശൂന്യതയിൽ അങ്ങനെ പറന്നു കളിക്കണം. മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കണം. അവിടെ കുറേ പരീക്ഷണങ്ങൾ നടത്തണം. ഭൂമിയിലെ പാവപ്പെട്ടവർക്കും അനാഥർക്കും സുഖമായി ജീവിക്കാനും ദാരിദ്ര്യവും യുദ്ധവും ഒന്നുമില്ലാത്ത നല്ല മനുഷ്യരുടേത് മാത്രമായ ഒരു ഇടം ഉണ്ടാക്കിയെടുക്കണം. അവിടെ എല്ലാവരും തുല്യരായിരിക്കണം. മലിനീകരണം ഒന്നുമില്ലാത്ത നാട്. അസുഖങ്ങളൊന്നും അവിടെ എത്തി നോക്കുക പോലും അരുത്. ചെറിയൊരു സങ്കല്പയാത്രയെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത്. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രയോഗ ഭംഗി കണ്ടെത്താം. അടുപ്പിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു എന്ന പ്രയോഗം രണ്ടു വാക്യങ്ങളിലും ഒരേ അർത്ഥമാണോ നൽകുന്നത്? അല്ലല്ലേ? എന്താണ് വ്യത്യാസം? കഥയിൽ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുപയോഗിച്ച് പുതിയ വാക്യങ്ങൾ എഴുതൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മക്കളെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തേത് അടുപ്പിൽ നിന്ന് തീ പൊരിയുന്നതിലെ കത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത്. രണ്ടാമത്തേതോ മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. അത് നമ്മുടെ അപ്പുക്കുട്ടനോടുള്ള ദേഷ്യത്തെ കുറിച്ചാണ് അല്ലേ? ആ ദേഷ്യത്തിന്റെ കഠിനിയാണ് അവിടെ പറയുന്നത്. ഏതെങ്കിലും നമുക്കതൊന്ന് എഴുതി നോക്കാം. അടുപ്പിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. ഈ രണ്ട് വാക്യങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥമാണ് ഒരേ വാക്കുകൾക്കുള്ളത്. ആദ്യ വാചകത്തിൽ വാചാർത്ഥ്യമാണ് സൂചിപ്പിക്കുന്നത്. അതായത് അടുപ്പിൽ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന തീപ്പൊരിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നേരർത്ഥമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ വാചകത്തിൽ മാസ്റ്ററുടെ ദേഷ്യത്തിന്റെ തീവ്രതയെ സൂചിപ്പിക്കാൻ തീപ്പൊരി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. തീക്ക് എത്രമാത്രം ചൂടുണ്ട്,
അത്രയും തീവ്രമായ ദേഷ്യമാണ് മാസ്റ്റർക്കുണ്ടായത് എന്ന് ആ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മറ്റു പ്രയോഗങ്ങൾ എന്തെല്ലാമാണ്? ആകാശത്തോളം വലുതായ ഭരണി, ജീവനോടെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം, സന്തോഷം വഴിഞ്ഞൊഴുകുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്ലാസ്സും അതിലെ ആക്ടിവിറ്റീസൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്